നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ വന്നിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ് പിന്നെ സഭാ നേതൃത്വം ഇവർ രണ്ടുപേരും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFന്റെ ഭാഗമാകണമെന്നുള്ള അതീവ സമ്മർദ്ദത്തിലേക്കാണെന്നാണ് നാം വായിക്കുന്നത്. ഇത് ഏത് രീതിയിലൊരു പര്യവസാനത്തിലേക്ക് എത്തും സാർ? പൊതുവെ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളെല്ലാം പരിശോധിച്ചാൽ ജോസ് കെ മാണി LDF വിട്ടു എന്നാണ്. LDF വിട്ടു എന്ന് പറഞ്ഞാൽ LDFൽ നിന്ന് വിട്ടു, പക്ഷേ UDFൽ എത്തിയിട്ടില്ല. എത്തും. ആ എത്തുന്ന സമയം അതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഇതിനിടയ്ക്ക് ചില സംഭവവികാസങ്ങൾ ഈ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ ബാധിക്കാനിടയുണ്ട്. നമ്മൾ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാണി മുന്നോട്ട് വെച്ചാൽ മാണി സാറിൻ്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് വളരും തോറും വളരുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, അതങ്ങനെ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിളർന്ന് തളർന്നുകൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ തളർച്ചയിലാണ്. ശരി, അത് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാനും വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ നിയമസഭയിലൊക്കെ കൂടുതൽ സീറ്റ് കേരള കോൺഗ്രസ്സിന് കിട്ടാം 2026 അവകാശപ്പെടൽ മാത്രമല്ല, അവർക്ക് ജയിക്കാം. പക്ഷേ അങ്ങനെ ജയിച്ചാൽ പോലും അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ നേരത്തേനേക്കാൾ വളരെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, കേരള കോൺഗ്രസിൻ്റെ വത്തിക്കാൻ എന്ന് പറഞ്ഞ പാലയാണ്. ആ പാല ഏതാണ്ട് പൊളിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞാലേ. ശരിയാണ്. ജോസ് കെ മാണി അവിടെ തോറ്റുപോയി. അപ്പോൾ പാലയിൽ ജോസ് വേണ്ട എന്ന് പാലക്കാർ തീരുമാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ വത്തിക്കാൻ പൊളിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ശ്രദ്ധിച്ചിരുന്നു സാർ, അതിൽ ഭൂരിപക്ഷം LDFനാണ്. അതെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകൾ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ പാല നിയോജക മണ്ഡലത്തിൽ LDFന് ലീഡുണ്ട്. പക്ഷേ പാല മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പെൺകുട്ടി, അത് നഷ്ടപ്പെട്ടു പോയി. അതാണ് ജോസിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് ജോസ് കണക്കാക്കും. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സാഹചര്യമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗും സഭാ നേതൃത്വവും ജോസ് കെ മാണിയെ സമ്മർദ്ദത്തിലാക്കുകയും സഭാ നേതൃത്വം പറയുന്നത്, മോനെ ജോസേ, നീ ഇങ്ങോട്ട് പോരടാ, നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണ്, UDFലാണ്, നീയും നിൻ്റെ ആളുകളൊക്കെ നിൽക്കുന്നത് ശരിയല്ലാത്ത സ്ഥലത്താണ്, അതുകൊണ്ട് എല്ലാവരും വന്ന് UDFൽ ചേരുക എന്നാണ് പറയുന്നത്, സഭാ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്ന ഇത്തരം സമ്മർദ്ദങ്ങൾ വലിയ തോതിൽ കേരള കോൺഗ്രസിൽ സ്വാധീനം ചെലുത്തുകയും കേരള കോൺഗ്രസ് ഏതാണ് ആൾറെഡി തീരുമാനിച്ചു UDFലേക്ക് ചേക്കാറങ്ങനെ. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ, ഇവർക്കൊരു MLA ഉണ്ടല്ലോ, റോഷി ഹാഷൻ എന്ന് പറഞ്ഞ മന്ത്രി, അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കുറിച്ച് സംശയാസ്പദമായ ചില അഭ്യൂഹങ്ങളുണ്ടല്ലോ. നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് CPM ആ കാര്യം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് റോഷി അഗസ്റ്റിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന 2 MLAമാരും മിക്കവാറും തന്നെ LDFനൊപ്പം നിൽക്കാനുള്ള സാധ്യത. അതിന് കാരണം അവർ LDFനൊപ്പം നിന്നാലേ അവർ ജയിക്കുകയുള്ളൂ. റോഷി അഗസ്റ്റിൻ്റെ വിഷയം LDFനൊപ്പം നിന്നാലേ മന്ത്രിയാവാൻ പറ്റുള്ളൂ എന്നാണ്. റോഷി അഗസ്റ്റിനല്ലല്ലേ കഴിഞ്ഞോളം മന്ത്രിയാകേണ്ടത്, ജോസ് കെ മാണിയായിരുന്നു. പക്ഷെ മാണി തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് റോഷി അഗസ്റ്റിന് അങ്ങനെ അബദ്ധത്തിൽ മന്ത്രിയായ ഒരാളാണ്. അയാൾ വീണ്ടും തിരിച്ച് അപ്പുറത്ത് പോവുകയും UDFൽ നിൽക്കുകയും UDF ജയിക്കുകയും ഒക്കെ ചെയ്താൽ അവിടെ മന്ത്രിയാവുന്നത് റോഷി അഗസ്റ്റിനല്ല. അപ്പോൾ റോഷി അഗസ്റ്റിന് പിന്നെ എന്തിനും തിരിച്ചു പോകണം എന്നാണ് റോഷി അഗസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ UDFന് അധികം സന്തോഷിക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ കാര്യങ്ങൾ. UDFന് സന്തോഷിക്കാൻ പറ്റുന്നതും പറ്റാതെ ആകുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല. കേരള കോൺഗ്രസ് UDFനൊപ്പം ചെല്ലുന്നത് UDFന് വളരെ നല്ലത് തന്നെയാണ്. കാരണം UDFന് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിത്തറ വികസിപ്പിക്കാം.
പക്ഷെ പ്രശ്നം അതല്ല. മുസ്ലിം ലീഗും അതേപോലെ തന്നെ അച്ഛന്മാരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ അച്ഛന്മാരും മുസ്ലിം ലീഗും സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDF ഭരണത്തിലെത്തിയാൽ അത് ആരുടെ ഭരണം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഭരണം എന്ന നിലക്കാണ് പിന്നീട് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുണ്ടായ ചില നീക്കങ്ങൾ അങ്ങനെ കേരളത്തിൽ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഉദാഹരണം കൊച്ചി മാത്രമല്ല, പല സ്ഥലത്തും ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചി മേയർ എന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്കനായിരിക്കണം എന്ന് ലത്തീൻ കത്തോലിക്ക സഭ പറഞ്ഞു. അതിനനുസരിച്ച് കോൺഗ്രസ് വഴങ്ങി. അങ്ങനെ ലത്തീൻ കത്തോലിക്ക മേയറെ കൊച്ചിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. 2.5 വർഷം മാത്രമല്ല, 5 വർഷം ലത്തീൻ കത്തോലിക്കൻ തന്നെയായിരിക്കും എന്ത് കൊച്ചിയുടെ മേയറായിരിക്കും. അപ്പം എന്താ ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്ക നഗരമാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. മാത്രമല്ല അവർ അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ മത്സരിക്കുന്നവരും ലത്തീൻ കത്തോലിക്കരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മത്സരിച്ചാൽ പോരെ. അവരെന്താ കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യമില്ല. ശരിയാണ്, ആവശ്യമില്ലാത്തൊരു കാര്യം. അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും പ്രശ്നം. മുസ്ലിം ലീഗ് ഇപ്പോൾ മലപ്പുറം ജില്ല സമ്പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിൽ UDF സമ്പൂർണ്ണമായിട്ട് ജയിച്ചു. പ്രതിപക്ഷം പോലും ഇവിടെ ഇല്ല. അവർ തന്നെയാണ് അല്ലേ, അങ്ങനെ പ്രതിപക്ഷമില്ല. അപ്പോൾ ഇവരൊക്കെയാണ് ഇനി ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ 2026 നിയമസഭയിൽ UDF ജയിച്ചു വന്നാൽ അത് UDF എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പാർട്ടി, അവരുടെ ഭരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും. ഇവിടുത്തെ ഒരു വലിയ അതിനേക്കാൾ ഇവർ രണ്ടുപേരും കൂടി കൂടുന്നതിനേക്കാൾ ഭൂരിപക്ഷം ഉള്ള ഒരു സമൂഹം പുറത്തുണ്ട്. അവർക്കൊരു പങ്കുമില്ലാത്തൊരു ഭരണമായിട്ട് മാറുമോ എന്ന് സംശയം ഉയർന്നാൽ, അങ്ങനെയാണ് പ്രചരണങ്ങൾ പോകുന്നതെങ്കിൽ അത് UDFന് അത്ര ഗുണകരമായിരിക്കും. BJPയുടെ സാധ്യത കൂട്ടുകയും ചെയ്യും. BJPയുടെ സാധ്യത കൂടുന്നു. BJPയുടെ സാധ്യത കൂടുന്നതല്ല, BJP ആണ് പിന്നീട് അതിന് എമർജിങ് ഫോഴ്സായിട്ട് വരാൻ പോകുന്നത്. CPM വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കളത്തിലിറങ്ങി കൊയ്യാനുള്ള അവസരം ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അത് അവസരങ്ങൾ ഇവർ കൊടുക്കുകയില്ല എന്നുള്ളതല്ല, അവരുടെ അവസരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFന് അത് അത്ര ഗുണകരമായി മാറാൻ സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സമുദായ ധ്രുവീകരണം ഇതിനകത്തുണ്ടായാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ UDF ആകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ UDFന് അത് വലിയ പരിക്കുണ്ടാക്കും. 1. 2, UDF അധികാരത്തിൽ വന്നാൽ അത് പൊതുസമൂഹത്തിന് വലിയ ഉപദ്രവം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കും. കാരണം സമുദായത്തിന് കീഴടങ്ങി ഭരിക്കുന്ന ഒരു സർക്കാരായിരിക്കും UDF സർക്കാർ എന്ന സന്ദേശമാണ് കൊച്ചി വഴി യഥാർത്ഥത്തിൽ UDF കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈ സോണിയാഗാന്ധി UDFിലേക്ക് ക്ഷണിച്ചു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നു. പക്ഷേ കേരള കോൺഗ്രസ് സ്ഥിരീകരിച്ചിട്ടില്ല. ക്ഷണിച്ചെന്നും ഇല്ലെന്നും എന്ന രീതിയിലാണ് വരുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഇപ്പോഴും ഉറച്ച് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല? ഇവരുടെ അന്തഛിദ്രം ആണോ ഇതിന് കാരണം? അല്ല, ഉറച്ച് പ്രഖ്യാപിക്കാനായിട്ട് സോണിയാഗാന്ധിയുടെ വിളിയല്ല അവർക്ക് വേണ്ടത്. അവർക്ക് സഭയുടെ വിളിയാണ് വേണ്ടത്. സഭ പറയുന്നതാണ് കേരള കോൺഗ്രസ്. അപ്പോൾ സഭക്കാർ അവർക്ക് കൃത്യമായിട്ട് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്, ജോസേ നീ മാറിക്കോ എന്ന്. പക്ഷേ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിലവിലുള്ള മന്ത്രിയുടെയും MLA-മാരുടെയും ഒക്കെ അടുത്ത നിയമസഭാ പ്രവേശം എന്ന് പറയുന്നത് LDF-ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് അവരിതിനൊപ്പം ഒഴുകാനായിട്ട് സാധ്യതയില്ലാത്തത്. എന്തായാലും ഇത് UDFന് എതിരെ വരുന്ന ഒരു പ്രചാരണം എന്ന് പറയുന്നത് ഇത് മുസ്ലിം ക്രൈസ്തവ ഭരണത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് എന്നുള്ളതായിരിക്കും. പക്ഷേ സാറ് പറഞ്ഞു വെക്കുന്നതിൽ ഒരു കാര്യം കൂടെയുണ്ട്, അതായത് കേരള കോൺഗ്രസിൻ്റെ ഒരു പിളർപ്പ് അനിവാര്യമാണ് എന്നുകൂടെ. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.